കൃപാസനം പ്രസാദര മാതാവിനോരായിരം നന്ദി. എൻ്റെ പേര് മരിയ. ഞാൻ എറണാകുളം ജില്ലയിലെ സെബ്യൂർ ഇടവകയിൽ നിന്ന് വരുന്നു. 2022 വർഷത്തിലാണ് ഞാൻ +2 പാസ് ഔട്ടായത്. അതിനുശേഷം 2022 ജെറം പഠിക്കാൻ പോയി. +2 പഠനത്തിന് ശേഷം കഴിഞ്ഞ വർഷം 2023 എൻ്റെ പഠനം പൂർത്തിയായി. 2023 മാർച്ച് 16-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ആദ്യം ഒരു പരീക്ഷ എഴുതി, അതെനിക്ക് കിട്ടിയില്ല. അതിനുശേഷം ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി പാസ്സാകുകയും ഒരു മൊഡ്യൂൾ മാത്രം കിട്ടിയില്ല. അത് ഞാൻ ഹൈദരാബാദ് ആദ്യം എഴുതി, അതെനിക്ക് പാസ്സായില്ല. അതിനുശേഷം ഞാനിവിടെ അഖണ്ഡ ജപമാലയ്ക്ക് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. തിരിച്ചു പോണ വഴിക്ക് എനിക്ക് 2 സ്ഥലത്ത് സ്ലോട്ട് കിട്ടി. ജെറം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം, ഭയങ്കര പാടാണ് സ്ലോട്ട് കിട്ടാൻ. ആ സമയത്ത് പോലും മാതാവ് എനിക്ക് സ്ലോട്ട് നൽകി അനുഗ്രഹിച്ചു. എനിക്ക് കൊൽക്കട്ടയിലാണ് ആദ്യത്തെ സ്ലോട്ട് കിട്ടിയത്, നവംബർ 29-ാം തീയതി. അത് എനിക്ക് എക്സാം വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ക്ലാസ്സിൽ ഞാൻ ഇതുവരെ ഭയങ്കര പാടായിരുന്നു. ഞാൻ ഒരുങ്ങാത്ത ഒരു എക്സാമായിരുന്നു, ടോപ്പിക്കായിരുന്നു വന്നിരുന്നത്. ആ ക്ലാസ്സിലിരുന്നപ്പോൾ ആരോ എനിക്ക് പറഞ്ഞു തരായിരുന്നു, നീ ആ ആൻസർ ഇത് എഴുത് എന്ന് പറഞ്ഞു തരായിരുന്നു. ഞാൻ മാതാവിനും ഇട്ട് കൊടുത്താണ് എഴുതിയത്. ക്ലാസ്സിൽ എൻ്റെ കണ്ണ് നിറഞ്ഞാണ് ഞാൻ എഴുതിയത്. എക്സാം കഴിഞ്ഞ സമയത്ത് ഞാൻ പപ്പ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു കുഴപ്പമുണ്ടായില്ല എന്നാണ് ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞത്. വീട്ടുകാർക്ക് വിഷമമുണ്ടല്ലോ എന്ന് ഓർത്ത്. അതിനുശേഷം ഞാൻ ബാംഗ്ലൂർ എക്സാം എഴുതി. അതെനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം റിസൾട്ട് വന്നപ്പോൾ പാസ്സായില്ല. ഞാൻ പിന്നെ മാതാവിനോട് പിന്നെയും ചോദിച്ചു, എന്ത് മാതാവ് എനിക്ക് മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നേ എന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചായിരുന്നു. എനിക്ക് എന്തായാലും ഒരു ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് ഇത് തരണം. ഞാൻ നോമ്പെടുത്ത് ഉപവാസം എടുത്ത് മാതാവിൻ്റെ അടുത്ത് അത്രയും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതാണ്. ഡിസംബർ 22-ാം തീയതി വൈകുന്നേരം എൻ്റെ റിസൾട്ട് വന്നു കൊൽക്കട്ടയിലെ. അത് ഞാൻ പാസ്സായി. അങ്ങനെ ഞാൻ ഫുൾ മൊഡ്യൂൾ പാസ്സായി. അത് വളരെയേറെ ടഫായിരുന്നു എക്സാം. മാതാവ് തന്നെയാണത് പാസ്സാക്കിയത്. അതൊരു വ്യാഴാഴ്ചയാണ് വന്നത്. അത് റിസൾട്ട് വന്നത് ഞാൻ ആരുടെ അടുത്തും പറഞ്ഞില്ല. റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ എൻ്റെ മുറിയിൽ പോയി കതകടച്ച് തൈലം പൂശി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി മാതാവിന് റിസൾട്ട് കാണിച്ചു കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ റിസൾട്ട് എൻ്റെ കണ്ടത്. അതിന് ശേഷമാണ് ഞാൻ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം ഒരുമിച്ച് പിറ്റേ ദിവസം മൊമെൻ്റം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നു, B2-ൻ്റെ. അതെനിക്ക് സാധിക്കുകയും ചെയ്തു. 3ാമത്തെ പുതുക്കലിൻ്റെ സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം പോകാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ പേപ്പർ വർക്ക് ലാഗാവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും വരുമാനം തന്ന് എന്തെങ്കിലും ജോലി തരണമെന്ന് പറയണമായിരുന്നു. ട്യൂട്ടറായിട്ടോ ജർമ്മൻ ട്യൂട്ടറായിട്ട്. അത്ഭുതം എന്ന് പറയട്ടെ, മാതാവിൻ്റെ നാട്ടിൽ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയിൽ തന്നെ എനിക്ക് ജർമ്മൻ ട്യൂട്ടറായിട്ട് വേക്കൻസി കിട്ടി. ഈ മാസം ഞാൻ പോവുകയാണ്. എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ ടിക്കറ്റ് കിട്ടിയത്. അടുത്ത ചൊവ്വാഴ്ച ഞാൻ പോകും ജർമ്മനിക്ക്. ഈ സമയത്ത് സാക്ഷ്യം കയറിയ തൊട്ട് മുമ്പാണ് എനിക്ക് ടിക്കറ്റ് വന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞേ. ഇതുവരെ ആർക്കും അറിയത്തില്ല. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും എല്ലാം എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടുകാരികൾക്ക് എക്സാമിന് പാടാന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ലൈറ്റൽ ക്യാൻഡിൽ ഇട്ട് കൊടുത്ത് പ്രാർത്ഥിക്കുമെന്ന് പറയുന്നു. അവരത് എക്സാം പാസ്സായിട്ട് എന്നെ വിളിച്ചു, എടി പാസ്സായി, താങ്ക് യു. മാതാവിൻ്റെ അടുത്ത് വന്നവർ പ്രാർത്ഥിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് ഞാൻ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവൾ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. അവൾ ഞാനും ഒരുമിച്ചാണ് പോകുന്നത്. പിന്നെ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോകും. മാസത്തിലൊരിക്കൽ ഞാൻ പൊരിച്ചോറ് കൊടുക്കും. പൊതുസ്ഥലങ്ങളിൽ വഴിയോരങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് പത്രം ഞാൻ പൊതുസ്ഥലങ്ങളൊക്കെ